നമ്മൾ മലയാളികൾക്ക് മറ്റു നാട്ടുകാരെ അപേക്ഷിച്ച് ഷുഗർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ജനിതകപരമായിട്ട് നോക്കിയാൽ നമ്മൾ സൗത്ത് ഏഷ്യൻ ഫീനോടൈപ്പിൽ പെടുന്നവരാണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഘടനയും അതിന്റെ മെറ്റബോളിസവും പ്രമേഹം, ഹൃദ്രോഗം പോലത്തെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട്. യൂറോപ്യൻസിന്റെയും ഈസ്റ്റ് ഏഷ്യൻസിന്റെയും പോലെയല്ല നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിൽ ബോഡി മാസ് ഇൻഡെക്സ് അഥവാ BMI കുറവായിരുന്നാലും നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് നമുക്ക് വെയിറ്റ് കുറവാണെങ്കിൽ പോലും ഒബിസിറ്റി ഉണ്ടാകാം. നമ്മുടെ ശരീരത്തിന്റെ ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. വിസറൽ ഫാറ്റ് അതായത് ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് നമുക്ക് കൂടുതലാണ്. മറ്റു ശരീരഭാഗങ്ങളിൽ കൊഴുപ്പടിയുന്നതിനേക്കാളും അപകടമാണിത്. സാധാരണ ശരീരത്തിൽ അധികം വരുന്ന കൊഴുപ്പ് സ്കിന്നിന്റെ അടിയിൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടേണ്ടത്. ഈ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി കഴിയുമ്പോൾ ലിവർ, പാൻക്രിയാസ്, ഹാർട്ട്, മസിൽ എന്നീ സ്ഥലങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടും. ഇതിനെ എക്ടോപിക് ഫാറ്റ് ഡിപ്പോസിഷൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ കൊഴുപ്പടിഞ്ഞു കൂടാനുള്ള ടെൻഡൻസി നമ്മുടെ ശരീരത്തിന് കൂടുതലാണ്. ഇത്തരത്തിൽ കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടിയാൽ അത് ഫാറ്റി ലിവറിലേക്ക് നയിക്കും. ഇതുകൂടാതെ പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളും നമ്മുടെ ശരീരത്തിന് പ്രമേഹം പോലത്തെ അസുഖങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട്. കേരളത്തിൽ ഏതൊരു കുടുംബത്തിൽ നോക്കിയാലും പ്രമേഹമുള്ളവരെ കാണാൻ സാധിച്ചേക്കാം. ഇത് അവരുടെ അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്യാനും സാധ്യത കൂടുതലാണ്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തിയാൽ ഇത്തരം രോഗങ്ങൾ തടയാനും അടുത്ത തലമുറയെ ഇതിൽ നിന്നും സംരക്ഷിക്കാനും നമുക്ക് സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.